റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം വൽഹംദു ലില്ലാഹി അലാ കുല്ലി ഹാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വേദഗ്രന്ഥത്തെക്കുറിച്ച് ഈ ഒരവസരം നമുക്ക് അനുഗ്രഹീതമാക്കി നൽകപ്പെട്ടതുപോലെ ഇനിയും കൂടുതൽ അറിയുവാനും പഠിക്കുവാനുമുള്ള അവസരങ്ങളും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെയൊരു സദസ്സിലേക്ക് നമ്മൾക്ക് ഒരുമിച്ച് കൂടുവാൻ സാധിച്ചു എന്ന നിഅമത്തിന് ആദ്യമായി റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ഹംദ് അർപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഇപ്പോൾ ഖുർആനിൻ്റെ തുടർച്ചയായ പഠനങ്ങൾ, ഇപ്പോൾ നമ്മൾ കുറേ ആളുകളുടെ കയ്യിൽ ഈ ഒരു പുസ്തകം, നമ്മൾ ഈ 12ാമത്തെ എഡിഷൻ പുസ്തകം ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നതെങ്കിൽ ഖുർആനിൽ നിങ്ങളുടെ സൂറത്തുൻ നംൽ അതിൻ്റെ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ആക്കി വെക്കണം. കാരണം നമ്മളത് പാരായണം ചെയ്ത് കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത്രയും സമയം അല്ലെങ്കിൽ ഈ കഴിഞ്ഞ QHLSE ക്ലാസ്സുകളിലെല്ലാം സൂറത്തു ശുആറയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ട് വന്നത്. അതിൻ്റെ അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ യഥാർത്ഥ ദാസന്മാരെ കുറിച്ചുള്ള ഭാഗവും നമ്മൾ പഠിക്കുകയുണ്ടായി. അടുത്തതായി ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ തുടക്കം കുറിക്കുന്നത് സൂറത്തു അന്നംൽ പരിശുദ്ധ ഖുർആനിലെ 27ാമത്തെ അധ്യായമാകുന്ന 377ാമത്തെ പേജിൽ ആരംഭിക്കുന്ന ആ സൂറത്താണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ആരംഭിക്കുന്നത്. അപ്പോൾ ആദ്യം ഈ സൂറത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് ചെറിയ ഒരു ആമുഖം ഞാൻ ഈ സൂറത്തിനെ കുറിച്ച് നൽകാൻ ഉദ്ദേശിക്കുകയാണ്. കാരണം അതിൻ്റെ ആദ്യത്തെ ആയത്ത് തന്നെ നമ്മൾക്കതിൻ്റെ ആശയത്തിൻ്റെ ഒരു വിശാലത ഉൾക്കൊള്ളണമെങ്കിൽ എന്തൊക്കെയാണ് ഇതിൽ കടന്നു വരുന്ന പ്രധാന വിഷയങ്ങൾ എന്നുള്ളത് നമ്മൾ അറിയൽ നിർബന്ധമാണ്. അപ്പോൾ ഈ ഒരു സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം വളരെ ലഘുവായി അതിൽ കൊണ്ടുവരുന്നുണ്ട്. അതേപോലെ തന്നെ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം സംക്ഷിപ്തമായി കൊണ്ടുവരുന്നുണ്ട്. അതേപോലെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ബിൽക്കീസ് രാജ്ഞിയുമായി ബന്ധപ്പെട്ട ആ സമുദായത്തിന് അല്ലാഹു ഹിദായത്ത് നൽകുന്ന ചരിത്രവും അതിൽ ഓർമ്മപ്പെടുത്തുന്നു. അതേപോലെ സമുദായത്തിലേക്ക് നിയോഗിക്കപ്പെട്ട സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രവും ഈ സൂറത്തിലുണ്ട്. പിന്നെ കീഴ്മേൽ മറിക്കപ്പെട്ടിരുന്ന ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സമുദായത്തിൻ്റെ ചരിത്രവും. ഇനി ഈ ചരിത്രങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അപാരമായ 7ഓളം വരുന്ന ചില ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളുടെ സംക്ഷിപ്തമായ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, അള്ളാഹു ആരാണെന്ന് നിങ്ങൾ ഇനിയും മനസ്സിലാക്കിയിട്ടില്ലേ എന്ന് വളരെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള വളരെ ഹിക്മത്തോടു കൂടിയ ഖുർആനിൻ്റെ ചില ചോദ്യങ്ങളാണ്. അത് കഴിഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നത്, മരണപ്പെട്ടുപോയ ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ അതിന് തെളിവ് പറയുന്ന അങ്ങനെ ഉള്ള ആളുകളെ വിളിച്ചു പ്രാർത്ഥിച്ച് ആരാധ്യന്മാരായി കാണുന്നവർക്കുള്ള ഖണ്ഡിതമായ അള്ളാഹുവിൻ്റെ അത് ശരിയല്ല, അതെത്രത്തോളം അപകടകരമാണെന്നും അതെത്രത്തോളം അബദ്ധജടിലമാണെന്നും വ്യക്തമാക്കുന്ന ആയത്തുകളാണ്. അപ്പോൾ മൊത്തത്തിൽ ആ സൂറത്തിൻ്റെ ഒരു ചിത്രം നമ്മളെ മനസ്സിലേക്ക് വരണം. അതായത് വളരെ ശക്തമായി അള്ളാഹുവിൻ്റെ അദാബ് നൽകപ്പെട്ട 4-5 പ്രവാചകന്മാരുടെയും അവരുടെ സമുദായത്തിൻ്റെ ചരിത്രവും പറഞ്ഞ് ആരാണ് അള്ളാഹു എന്ന് ബോധ്യപ്പെടുത്തി തന്ന് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്ക് യാതൊരു വിധത്തിലുള്ള തെളിവുമില്ല എന്ന് നമ്മൾ ഉണർത്തുന്ന ഒരു സൂറത്താണ്. അപ്പോൾ ഈ സൂറത്തിൻ്റെ പേരെന്താ? സൂറത്തുൻ നംൽ അല്ലേ? അപ്പോൾ ഇനി ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കും, ചില ഭാഗങ്ങൾ നിങ്ങളോട് ഓതാൻ ആവശ്യപ്പെടും. ഇൻഷാ അല്ലാഹ് അത്തരത്തിലുള്ളൊരു സെഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നംൽ എന്ന് പറഞ്ഞാൽ ഉറുമ്പ് അല്ലേ? ഇത് ഞാനിപ്പോൾ പറഞ്ഞ സംഭവങ്ങളിൽ ഏത് പ്രവാചകൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്? സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അള്ളാഹു നൽകിയ മുഅ്ജിസത്തുകളിൽ ഒന്നായിരുന്നു ജീവജാലങ്ങളുമായി സംവദിക്കുവാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത്. അപ്പോൾ മക്കയിൽ അവതരിച്ച ഈ സൂറത്ത്
ആകെ 93ഓളം വചനങ്ങളാണ്, ആയത്തുകളാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഒന്നാമത്തെ ആയത്ത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഓതിക്കോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. طاسي كم تلك آيات القرآن وكتاب مبين. ഓക്കെ, ത്വാസീൻ. ഈ അക്ഷരങ്ങൾക്ക് എന്ത് പേരാ നമ്മൾ പറയല്? ഹുറൂഫു ആര് പറഞ്ഞു? ഉത്തരങ്ങൾ ഉറക്കെ പറയണം കേട്ടോ, കാരണം അത് ബാക്കിയുള്ളവർക്ക് കൂടെ ഒരു പ്രചോദനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാരോട് ചോദിക്കുന്നുണ്ടല്ലോ, ഇന്ന് രോഗിയെ സന്ദർശിച്ചവരാരുണ്ട്, ഇന്ന് സ്വതക്ക കൊടുത്തവരാരുണ്ട്, ഇന്ന് പിന്നെ ഇന്ന കർമ്മം ചെയ്തവരാരുണ്ട് എന്നുള്ളൊരു ഹദീസിൽ പ്രവാചകൻ ചോദിക്കുമ്പോൾ സ്വഹാബിമാർ ആവശ്യത്തോട് റസൂലേ ഞാനുണ്ട് എന്നവരെ ആവശ്യത്തോടെ പറയുമായിരുന്നു എന്നാണ്. നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ നമ്മൾ എടുത്തു പറയുമ്പോൾ അത് വേറൊരാൾ കണ്ടാൽ ഞാനിത് വലിയ ആളാക്കി പറയണോ എന്ന് നമ്മൾ ചിന്തിക്കരുത്. അത് വേറെ ആളുകളുമായി ബന്ധപ്പെടുന്ന സമയത്ത്, പക്ഷേ നമ്മൾ വിശ്വാസികൾ ഒരുമിച്ച് കൂടുമ്പോൾ അത് മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്ന രീതിയിലാണ് മാറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നിയ്യത്തുകൾ സ്വഹീഹാക്കി സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ ചോദ്യം ഇതാണ്, ഈ പറഞ്ഞ ത്വാ സീൻ ഈ അക്ഷരങ്ങൾ നമ്മൾ എന്ത് പേരിലാണ് അറിഞ്ഞത്? ഹുറൂഫുൽ, നേരത്തെ പറഞ്ഞ ഉത്തരം കൂടി പോയോ? സുബ്ഹാനല്ലാഹ്. ഹുറൂഫുൽ മുഖത്തആത്ത് അല്ലേ? ഖണ്ഡിതമാക്കപ്പെട്ട് പറയുന്ന ആ അക്ഷരങ്ങൾ. ഈ ഹുറൂഫുൽ മുഖത്തആത്തിൻ്റെ ലക്ഷ്യങ്ങൾ മുർസദ് പലതവണ ഇവിടെ പറഞ്ഞതാണല്ലോ. ഒരു ലക്ഷ്യം ആർക്ക് പറഞ്ഞുതരാൻ പറ്റും? ഒരു ലക്ഷ്യം. വേഗത്തിൽ ഉത്തരം പറഞ്ഞാൽ വേഗത്തിൽ കഴിച്ചിലാവാം. അയ്യോ, അതിൻ്റെ ഉള്ളിൽ മറഞ്ഞു നിൽക്കുന്ന ആശയങ്ങളെ മനുഷ്യരെ നിങ്ങൾക്ക് കണ്ടെത്താനാവില്ല. അതൊരു വെല്ലുവിളി തന്നെയാണ്. ഖുർആനിൻ്റെ മുഴുവൻ അല്ലേ, പിന്നെ തൂ ബിമിസ്ലിഹി എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ നിങ്ങൾ അതുപോലെയുള്ളൊരു വചനമോ ഒരു ആയത്തോ അല്ലെങ്കിൽ ഒരു സൂറത്തോ 10 ആയത്തോ കൊണ്ടുവരുന്നൊക്കെ വെല്ലുവിളിക്കുമ്പോൾ ഇതും അതിൽ പെട്ടതാണ്. അപ്പോൾ ഇതിൻ്റെ രഹസ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്തിട്ട് പറഞ്ഞു കൊടുത്തിട്ടില്ല. അത് ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റി വെച്ചതാണ്. ഇൻഷാ അല്ലാഹ് ഒരു സമയം വരുമ്പോൾ അതിൻ്റെ രഹസ്യങ്ങൾ അള്ളാഹു നമുക്ക് വെളിവാക്കി തരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കും. അപ്പോൾ ഖുർആനിൻ്റെ ആദ്യത്തെ ആയത്ത് വെല്ലുവിളിയാണ്. നിങ്ങൾക്കറിയില്ല മനുഷ്യരെ, സത്യം പറഞ്ഞാൽ നിങ്ങൾക്കറിവ് വളരെ കുറവാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നതോ അറിയിച്ചു തന്നതോ അല്ലാതെ നമ്മൾക്ക് ഒന്നും അറിയില്ല. അപ്പോൾ ഒരു ചോദ്യം, മനുഷ്യരെ നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് എവിടെയാണ്? അപ്പോൾ ഞാനൊരു ഫിലോസഫറാണെന്ന് വിചാരിക്കുക, നിങ്ങളെല്ലാവരും ഒരു ഫിലോസഫറുടെ ക്ലാസ് കേൾക്കാൻ വന്ന ആളുകളാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ഫിലോസഫർ ചോദിക്കുകയാണ്, നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് എവിടെയാണ്? അപ്പോൾ നമ്മളെന്താ പറയുക? ഉത്തരമുണ്ടോ? ഇല്ല. ആ ചോദ്യത്തിന് മനുഷ്യന് ഭൗതികമായി ഉത്തരം കണ്ടെത്താൻ സാധിക്കില്ല. ശരി, അടുത്ത ചോദ്യം, മരിച്ചതിന് ശേഷം നമ്മൾ എന്താകുന്നു? ആ ചോദ്യത്തിന് ഉത്തരമുണ്ടോ? ഫിലോസഫർക്ക് ഉത്തരമുണ്ടോ? മാക്സിമം പോയാൽ മണ്ണ് വരെ പോവും. അത് അബൂജഹലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? പിന്നെ ഒരു എല്ല് വന്നിട്ട് ഇങ്ങനെ പൊടിച്ചിങ്ങനെ പാറ്റി കളഞ്ഞിട്ട് ഈ പൊടിയായി പോയ ഈ എല്ലിനെ ഇനി ആരാണ് പുനർജീവിപ്പിക്കുക? ഇനി ഇതിനെന്ത് സംഭവിക്കാനാ? ഖലാസ്, അവസാനിച്ചില്ലേ എന്ന ചോദ്യമാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൻ്റെ ആദ്യത്തിൽ കൊണ്ടുവരുന്നത്, ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇതിൽ ചില പ്രധാനപ്പെട്ട പാഠങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിസ്തരിക്കപ്പെടുകയാണ്. അല്ലാഹ് പറയാണ്, തിൽക്ക. എന്താ തിൽക്ക? ദാലിക തിൽക്ക. ദാലിക എന്ന് പറഞ്ഞാൽ അത്, തിൽക്ക എന്ന് പറഞ്ഞാൽ ഇതല്ല അവ, അതിൻ്റെ ജമ്മ. ഓക്കെ, ഹാദ എന്ന് പറഞ്ഞാൽ ഇത്, ഹാദിഹി എന്ന് പറഞ്ഞാൽ ഇതുകൾ അല്ലേ എന്ന് പറഞ്ഞ പോലെ ദാലിക തിൽക്ക. ഓക്കെ, അപ്പോൾ ആ തിൽക്ക അത് ആയാത്തുൻ. എന്താണ്? അയ്യോ, മാഷാ അല്ലാഹ്, നിങ്ങളെല്ലാവരും പറഞ്ഞ ഉത്തരം ശരിയാണ്. ദൃഷ്ടാന്തങ്ങൾ. വേറൊരാശയം കൂടെ പറയാം നമുക്ക്. എന്തായിരിക്കും? വചനങ്ങൾ.
രണ്ടർത്ഥത്തിലും പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആയാത്ത് എന്നുള്ളത് ഖുർആനിൻ്റെ ആയത്ത്. കാരണം എന്താ? ആയാത്തുൽ ഖുർആൻ എന്ന് ചേർത്തി പറഞ്ഞു. അപ്പോൾ ഖുർആനിൽ ആയത്തുകളായിക്കൊണ്ട് ഹദീസുകളിൽ ആയത്തുൽ ഖുർആൻ എന്ന് പറയുമ്പോൾ അതിനെ ആയത്തിനെ തന്നെ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ വ്യാപകാർത്ഥത്തിലും ഖുർആനിൻ്റെ ദൃഷ്ടാന്തങ്ങൾ. അപ്പോൾ രണ്ട് രീതിയിലും ഖുർആനിനെ സംക്ഷിപ്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് വാക്കുകൾ, ഇതിനാണ് മുഹക്കം എന്ന് പറയുക. ഖുർആനിനെ യുക്തിഭദ്രമായത്, ഭാഷാപരമായി പൂർണ്ണതയുള്ളത് എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ദൃഷ്ടാന്തങ്ങളാകുന്നു. ഇതിൽ എല്ലാ ദൃഷ്ടാന്തവും ഉണ്ട്. അതായത് പ്രകൃതിപരമായിട്ടുള്ളതും പ്രപഞ്ചപരമായിട്ടുള്ളതും സൃഷ്ടിപരമായി മനുഷ്യരുമായി ബന്ധപ്പെട്ടിട്ടുള്ളതുമായ എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു ഇതാണ് വസ്സമാഇ വത്താരിഖ് വമാ അദ്റാക മത്താരിഖ്, അല്ലേ? സൂറത്തു താരിഖ് വളരെ സിമ്പിളായിട്ടുള്ള ചെറിയൊരു സൂറത്ത്. പക്ഷെ ആ ചെറിയ സൂറത്തിനകത്ത് അള്ളാഹു ഒളിപ്പിച്ചു വെച്ച പ്രപഞ്ച രഹസ്യം എത്ര വലുതാ. പൾസാർ നക്ഷത്രത്തെക്കുറിച്ച് കേട്ട ആൾക്കാരുണ്ടോ ഇവിടെ? ജസ്റ്റ് ഒന്ന് കൈവക്കുക. പൾസാർ നക്ഷത്രം കേട്ടിട്ടില്ല എങ്കിൽ ഇന്ന് നിങ്ങൾ സെർച്ച് ചെയ്യേണ്ട ഫസ്റ്റത്തെ പോയിന്റ് അതാണ്. പൾസാർ നക്ഷത്രവും ഖുർആൻ യൂട്യൂബിലൊന്ന് പോയിട്ട് സെർച്ച് ചെയ്യാം. അപ്പോൾ പിന്നെ ന്യൂട്രോൺ സ്റ്റാറായി മാറി പിന്നെ അതിൽ നിന്ന് അതിശക്തമായ കിരണങ്ങൾ പുറത്തേക്ക് പ്രവഹിക്കുമ്പോൾ വളരെ വേഗത്തിൽ കറങ്ങുന്ന ആ നക്ഷത്രത്തിന് ഒരു പ്രത്യേകമായ ശബ്ദം ഉണ്ടാകുന്നുണ്ടെന്നാണ്. ആ ശബ്ദം ഭൂമിയുടെ നേരെ വരുമ്പോൾ അത് വാതിലിൽ മുട്ടുന്ന പോലെ, താരിഖ് എന്ന് പറഞ്ഞാൽ വാതിൽ മുട്ടുന്നത് എന്നാണ്. അപ്പോൾ ആകാശവും വാതിൽ മുട്ടുന്നതും ഖുർആൻ ചേർത്ത് പറഞ്ഞു. അന്ന് അറബികൾക്ക് ഇത് അറിയില്ല. അതാണ് മുഹ്കമായത്. കാലഘട്ടത്തിനനുസരിച്ച് ഉയർന്നു നിൽക്കുന്ന സത്യം ജനങ്ങളോട് ദൃഷ്ടാന്തങ്ങളിലൂടെ ബോധ്യപ്പെടുത്തുന്ന മുഹ്കമായ ആ ഗ്രന്ഥം. ആ ഖുർആനിൻ്റെ മറ്റൊരു പ്രയോഗമാണ് ആയാത്തുൽ ഖുർആൻ. ഖുർആനിൻ്റെ ഈ ആയാത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ. എന്നിട്ടോ കിതാബിൻ, എന്താ കിതാബ്? പറയൂ. ഗ്രന്ഥം, അല്ലേ? കിതാബിൻ, ഏത് പുസ്തകം നമുക്ക് കിതാബ് എന്ന് പറയാം. പക്ഷെ കിതാബും മുബീൻ, എന്താ മുബീൻ എന്ന് പറഞ്ഞാൽ? സ്പഷ്ടമായ അല്ലെങ്കിൽ സുവ്യക്തമായ, അഥവാ കളങ്കമില്ലാത്ത എന്നാണ് പണ്ഡിതന്മാർ അതിന് വിശദീകരണം കൊടുത്തിട്ടുള്ളത്. ഒരു സംശയത്തിന് വകുപ്പില്ലാത്ത. അപ്പോൾ ഈ കിതാബും മുബീൻ എന്നുള്ളത് ഖുർആനിൻ്റെ മറ്റു ചില ആയത്തുകളിൽ ലൗഹുൽ മഹ്ഫൂദിനെ കുറിച്ചും പ്രസ്താവിച്ചിട്ടുണ്ട്. ഏത്? വമാ മിൻ ഗായിബത്തിൻ ഫിസ്സമാഇ വലാ ഫിൽ അർളി ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. ആകാശത്തിലോ ഭൂമിയിലോ ഗോപ്യമായതൊന്നും തന്നെ കിതാബ് മുബീനിൽ രേഖപ്പെടുത്താതെ പോയിട്ടില്ല. അപ്പോൾ ലൗഹുൽ മഹ്ഫൂദിനെ കുറിച്ചും അവിടെ പ്രസ്താവ്യമുണ്ട്. അപ്പോൾ ഈ ആയത്തിന് മൊത്തത്തിൽ രണ്ട് രീതിയിലുള്ള അർത്ഥം നമുക്ക് വെക്കാം. അപ്പോൾ ഒന്നുകൂടെ വാക്കർത്ഥങ്ങൾ നിങ്ങളൊന്ന് പറയാം. തിൽക്ക, അവ, ആയാത്തു, ആയത്തുകളാണ്, രണ്ടും പറയാം. ആയാത്തുൽ ഖുർആനി, എന്തിൻ്റെ? ഖുർആനിൻ്റെ ആയത്തുകൾ ദൃഷ്ടാന്തങ്ങളാകുന്നു. വ കിതാബിൻ മുബീൻ, സ്പഷ്ടമായ സുവ്യക്തമായ വേദഗ്രന്ഥവും അല്ലെങ്കിൽ പിന്നെ ഗ്രന്ഥം തന്നെയാകുന്നു. ഈ ആയത്തിന് നമുക്ക് രണ്ട് രീതിയിൽ അർത്ഥം പറയാം. ഒന്നെന്ന് പറഞ്ഞാൽ മുറിച്ച് ആയാത്തുൽ ഖുർആൻ, ഖുർആനിൻ്റെ വചനങ്ങളും ദൃഷ്ടാന്തങ്ങളും. അതേപോലെ തന്നെ കിതാബും മുബീൻ, സുവ്യക്തമായ ഒരു ഗ്രന്ഥവും. അപ്പോൾ ഖുർആനുമായി ലൗഹുൽ മഹ്ഫൂദുമായി. ഇനി അതിൻ്റെ രണ്ടാമത്തെ അർത്ഥം നമുക്ക് പറയാൻ സാധിക്കുന്നത് ലൗഹുൽ മഹ്ഫൂദിൽ നിന്നു തന്നെ ഇറക്കപ്പെട്ട പരിശുദ്ധമായ ഖുർആനിലെ ആയത്തുകളും ദൃഷ്ടാന്തങ്ങളും തന്നെയാകുന്നു. എന്ത്? ഈ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പെടും. ഒരു ചോദ്യം, ഇങ്ങനെ മൊത്തത്തിൽ പറയുന്നതിൻ്റെ ഒരു ഉള്ളർത്ഥം, രഹസ്യമായി വരുന്ന അർത്ഥം എന്താണ്? അതാണ് ഞാൻ നേരത്തെ പ്രവാചകന്മാരുടെ ചരിത്രം നിങ്ങൾക്ക് ഇത് ഏതൊക്കെയാണ് പറയപ്പെടുന്നതെന്ന് ഒന്ന് ചുരുക്കി പറഞ്ഞു തരാനുള്ള കാരണം. ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു വിധിക്കും ഇന്നുവരെ മാറ്റം വന്നിട്ടില്ല. അതേപോലെ തന്നെ ഈ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചു തന്ന മുൻകഴിഞ്ഞ സമുദായങ്ങളുടെ, പ്രവാചകന്മാർ മുന്നിട്ടിറങ്ങി വന്ന് പ്രബോധനം ചെയ്ത ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു നൽകപ്പെട്ട സമുദായങ്ങൾക്ക് പോലും എന്തായിട്ടില്ല? അവർ അനീതി പ്രവർത്തിച്ചപ്പോൾ, സത്യത്തിൽ നിന്ന് അവർക്ക് വ്യതിചലനം സംഭവിച്ചപ്പോൾ അവരാരും രക്ഷപ്പെട്ടിട്ടില്ല. എത്രത്തോളം വെച്ചാൽ നമ്മളെക്കാൾ ഭൂമിയിൽ അധീനത നൽകപ്പെട്ട ഒരു ജനവിഭാഗം ഉണ്ടായിരുന്നു. ഫനഖബൂ ഫിൽ ബിലാദി ഹൽ മിൻ മഹീസ്. അവസാനം അള്ളാഹുവിൻ്റെ ശിക്ഷ മുഖാന്തരം വന്നപ്പോൾ അവർ ഭൂമി മുഴുവൻ തിരഞ്ഞു നോക്കി, എവിടെയെങ്കിലും ഒരു രക്ഷപ്പെടാനുള്ള ഒരു സ്ഥലം കിട്ടുമോ? അത് കിട്ടിയിട്ടില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ
ഇനി ഈ ഖുർആനിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ വസ്തുനിഷ്ഠമാണ്, സംശയ നിവേദ്യമാണ്. അത് നിങ്ങൾ ശ്രദ്ധയോടെ കേട്ട് ഉറച്ചുകൊണ്ട് മനസ്സിലേക്ക് സ്വീകരിക്കണം. ആ ഉറച്ചുകൊണ്ട് എന്നുള്ള പ്രയോഗം എവിടെ വരണമെന്ന് അറിയും. നമുക്ക് അടുത്ത ആയത്തിലേക്ക് പോവാം. ഹുദൗ വബുശ്റാ ലിൽ മുഅ്മിനീൻ. ഓതിക്കോളൂ. ഒന്നുകൂടെ. ദാലിന് തെൻവീനാണ്, ശേഷം വാവ്. തെൻവീന് ശേഷം വാവ് വരുമ്പോൾ, യൗമൻ എന്നുള്ള അക്ഷരങ്ങൾ വരുമ്പോൾ മണിച്ച് ലയിപ്പിച്ച് ചേർക്കണം. ഓക്കെ, ഓക്കെ. ഈ മുഅ്മിനീന്ന് എത്ര വരെ നീട്ടാം? മുഅ്മിനീന്ന് എത്ര നീട്ടാം? 2 നീട്ടാം. പിന്നെ വേറെ അഭിപ്രായമുണ്ടോ? 2, ഒരു വിധം 2, ഒരു വിധം 2, 2 വിധം. ഓക്കെ, മാഷാഅല്ലാ. 4, 2 വിധം 4, 2 വിധം 4, 3 വിധം ഉണ്ടോ? ഇല്ല, ഇനി ആരുമില്ല. ഞാൻ വിളിയാണ്. 6, 2, 4, 6 വരെ നമുക്ക് എന്ത് ചെയ്യാം? നീട്ടാം. അത് ആരിലിയാണ് കേട്ടോ. പക്ഷെ എന്ത് ചെയ്യരുത്, ഒന്നാമത്തെ ആയത്തിൽ ഒരു വിധം 2 നീട്ടിയിട്ട് രണ്ടാമത്തെ ആയത്തിൽ 3 വിധം 6 നീട്ടാൻ പറ്റൂല. നീട്ടുമ്പോൾ എല്ലാ സമയത്തും എന്ത് ചെയ്യുക? ഒരേ ക്വാണ്ടിറ്റി കാത്തു സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. ശരി, ഈ ആയത്തുകളിൽ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്താണ്? ഹുദൻ എന്താണ്? ഒറ്റ വാക്ക് പറഞ്ഞാൽ സന്മാർഗമാണ്. ഓക്കെ, ഈ സന്മാർഗം മനുഷ്യർക്ക് ലഭിക്കുന്നത് എവിടെയാണ്? ഹുദ എന്നുള്ളത്, ഹിദായത്ത് ഒരാൾക്ക് ലഭിക്കപ്പെടുന്നത് ആ വ്യക്തിയുടെ മനസ്സിലാണ്. ഓക്കെ, ഹിദായത്ത് നൽകപ്പെടുന്നത് മനസ്സിലാണ്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞിടത്തൊക്കെ വല്ലാഹു യഅലമു മാ തുഖ്ഫിസ് സുദൂർ, അവരുടെ മനസ്സുകൾ എന്താണ് ഗോപ്യമാക്കി വെക്കുന്നത്. ഹിദായത്ത് ലഭിച്ചിട്ടും അവരെന്താ ചെയ്യുന്നത്? അള്ളാഹുവിനെ ആരാധിക്കാത്ത ആളുകളെ കണ്ടുമുട്ടുമ്പോൾ അവരോട് പറയും എന്ത്? സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറഞ്ഞ പോലെ, ഞങ്ങൾ ഒരു തമാശക്ക് ഓലപ്പുറം നിന്നപ്പോൾ ഒരു സൗകര്യത്തിന് ഓലൊന്നിങ്ങനെ ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്, യാത്രയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ചില പ്രത്യേകമായ സദസ്സിൽ പോകുമ്പോൾ അതൊന്നും വലിയ വിഷയമാക്കണ്ട, അതൊക്കെ നമ്മൾ ഓലെടുത്ത് നമ്മളങ്ങനെ ഗൗരവത്തിൽ അതൊന്നും വിഷയമല്ല. അതായത് ഒരു എന്താ പറയുക, എക്കച്ചക്ക രീതിയിൽ ഇസ്ലാമിനെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ചില പ്രത്യേക സമയങ്ങളിൽ സ്വീകരിക്കുന്നവരെ കുറിച്ച് അള്ളാഹുവിന് കൃത്യമായി അറിയാമെന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വേദഗ്രന്ഥം, മുഹ്കമായ ഒരു വേദഗ്രന്ഥം നൽകിയാൽ ആ ജനങ്ങളെക്കുറിച്ച് അവരുടെ റെസ്പോൺസ് എന്താണെന്ന് അള്ളാഹു വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന. ഇപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമ അള്ളാഹുവിൻ്റെ ആയത്തുകൾ അദ്ദേഹത്തിന് നൽകപ്പെട്ടപ്പോൾ അതിനെ ബിൽക്കീസ് രാജ്ഞിയുടെ ജനതയ്ക്ക് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞിട്ട് ആ പക്ഷിക്ക് നൽകുന്ന നിർദ്ദേശം എന്താ അറിയോ? ഇദ്ഹബ് ബികിതാബി ഹാദാ, എൻ്റെ ഈ വേദഗ്രന്ഥവുമായി നീ ആ സമുദായത്തിൻ്റെ അടുത്തേക്ക് പോകണം. തഅൽഖിഹ് ഇലൈഹിം, എന്നിട്ട് ഈ വേദഗ്രന്ഥം നീ അവർക്ക് നൽകണം. സുമ്മ തവല്ല അൻഹും, എന്നിട്ട് നീ അവരെ തൊട്ട് പിന്തിരിഞ്ഞു പോരുക. ഓക്കെ, വേദഗ്രന്ഥം അവർക്ക് കൊടുത്തു, മെസ്സേജ് കൊടുത്തു, നിന്റെ ദൗത്യം അവസാനിച്ചു. ഇനി അടുത്തതെന്താ? അവരാ വേദഗ്രന്ഥത്തോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് നീ നോക്കി വീക്ഷിക്കുക. ഇതന്നെയല്ലേ നമ്മളതും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല അതിമഹത്തരമായ വചനങ്ങളും അത്ഭുതാവഹമായ സത്യങ്ങളും പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു ഗ്രന്ഥം ഈ സമുദായത്തിന് വേണ്ടി ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് വേണ്ടി വിട്ടേച്ചു പോകുമ്പോൾ നമ്മളെക്കുറിച്ച് അല്ലാഹു ഇപ്പോൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? കൈഫ മാദാ യർജിഊൻ, നമ്മൾ ആ ഖുർആനിൻ്റെ വിളിക്ക് ഉത്തരം നൽകുന്നുണ്ടോ എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ ജിന്നുകൾ പോലും പറഞ്ഞത് ഇന്നാ സമിഅ്നാ ഖുർആനൻ അജബ യഹ്ദീ ഇലർ റുശ്ദി ഫആമന്നാ ബിഹി, അല്ലേ? റുഷ്ദിലേക്ക് ക്ഷണിക്കുന്ന സത്യസന്ധമായ ഒരു വേദഗ്രന്ഥം കണ്ടപ്പോൾ ഞങ്ങൾ അമാന്തിച്ചിട്ടില്ല, ഞങ്ങൾ വിശ്വസിച്ചു. ഈ ഖബർ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനിലൂടെ നമുക്ക് അറിയിച്ചു തരാണ്. എന്തിനെ? മനുഷ്യരെ, നിങ്ങളെക്കാൾ നീചന്മാരായ ജിന്നുകൾ പോലും ഖുർആൻ കേട്ടപ്പോൾ നന്നാവാൻ തീരുമാനിച്ചു. നിങ്ങൾക്ക് ഇനിയും സമയമായിട്ടില്ലേ? അതിനെക്കുറിച്ച് പഠിക്കാനുള്ള നേരമായിട്ടില്ലേ? അപ്പോൾ വ്യത്യസ്തമായ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹുദ എന്ന് പറയുന്നത് ഒരാൾക്ക് ലഭിക്കുമ്പോൾ മനസ്സിൽ ലഭിക്കും. പിന്നെ അതിനെങ്ങനെയാണ് നിലനിർത്തി കിട്ടുകയെന്നറിയോ? അതിന് പണ്ഡിതന്മാർ നൽകുന്ന വിശദീകരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹിദായത്ത് ഒരാൾക്ക് നൽകപ്പെട്ടാൽ അയാൾ അതിൽ വിശ്വസിച്ചു. ഓക്കെ,
ആ വിശ്വാസം അയാൾ എന്ത് ചെയ്യണം? തീർച്ചപ്പെടുത്തണം. എങ്ങനെ? സത്യപ്പെടുത്തണം. ഈ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട വചനങ്ങൾ തന്നെയാണെന്ന് എന്നാലും അതിപ്പോൾ മുഹമ്മദ് നബിക്ക് അന്ന് ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ ഇല്ലേ? വേറെ കുറേ മുൻകഴിഞ്ഞ വേദഗ്രന്ഥങ്ങൾ ഒരുമിച്ച് കൂട്ടി നല്ലത് മാത്രം കളക്ട് ചെയ്താൽ പറ്റൂലേ? ഒരുപാട് ഗ്രന്ഥങ്ങൾ ലോകത്തിൽ രചിച്ചിട്ടുണ്ട്. ഇപ്പം ഒരു വ്യക്തിക്കൊരു എന്താ പറയുക, പിന്നെ മസ്തിഷ്ക പ്രക്ഷാളനം സംഭവിച്ചിട്ട് അദ്ദേഹത്തിന് എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ ബ്രെയിൻ സ്റ്റോം ആയിട്ട് അയാൾ എഴുതി ഉണ്ടാക്കിക്കൂടെ? പിശാച് വരും, ചോദിക്കും. അന്നപ്പോൾ നമ്മൾ അവിടെ ഉത്തരത്തിൽ പകച്ചു നിൽക്കാതെ, ഇല്ല, സംശയമില്ല, ഇത് അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട വചനം തന്നെയാണെന്ന് ഉറച്ചു വിശ്വസിക്കാൻ സാധിക്കണം. അപ്പോൾ ഹിദായത്ത് അവിടെ ഉറച്ചു നിൽക്കും. എന്നിട്ടോ ഈ സത്യപ്പെടുത്തിയത് ഇങ്ങനെ മനസ്സിൽ വെച്ച് ഇങ്ങനെ നടന്നാൽ അത് അയാൾക്ക് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ദുർബലത വരും. അതിങ്ങനെ ദ്രവിച്ച് പോകും. അതിനെ ഊർജ്ജസ്വലപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും വേണമെന്നാണ്. ഹിദായത്ത് ലഭിച്ചാൽ അതിനെ സത്യപ്പെടുത്തണം. ആ സത്യപ്പെടുത്തിയ കാര്യങ്ങളെ കൊണ്ട് പ്രവർത്തിക്കാനും പറ്റണം. അതുകൊണ്ട് നമ്മൾക്ക് സമുദായത്തിൽ ചില ആളുകൾ, നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ കാണാം, ഞാൻ ഒരു കാലത്ത് ഭയങ്കര കട്ട ഫോളോവർ ആയിരുന്നു, ഞാൻ എല്ലാ ക്ലാസ്സുകൾക്കും പോയിരുന്നു, ഞാൻ പള്ളിയിലൊക്കെ കൃത്യമായിട്ട് പോയിരുന്നു. പക്ഷെ പിന്നെ അത് ജോലി സാഹചര്യങ്ങളായിക്കൊണ്ടും പിന്നെ കുടുംബ സാഹചര്യങ്ങളായിക്കൊണ്ടും മറ്റുമൊക്കെ അതെങ്ങനെ ദ്രവിച്ച് ഈ ദ്രവിച്ച് പോണത് എപ്പോഴാണ്? മനുഷ്യൻ്റെ മനസ്സിലേക്ക് പിന്നെ ദുനിയവിയായ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ അതിൽ അവൻ്റെ മനസ്സ് സ്വാഭാവികമായിട്ടും മുഴുകുകയും സ്ട്രെസ് അനുഭവിക്കുകയും പിരിമുറുക്കുണ്ടാവുകയൊക്കെ ചെയ്യും. പക്ഷെ ആ സമയത്ത് പിശാച് ഏത് സമയത്തും എന്ത് ചെയ്യും? ആളുകൾക്ക് മനസ്സിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യും? പിശാച് മെല്ലെ അവന് വഴുക്കൽ സംഭവിക്കുന്ന ഒരു മേഖല വന്നെത്തുമ്പോൾ അത് പിശാച് മെല്ലെ അങ്ങോട്ട് റാഞ്ചെടുക്കും. എന്നിട്ട് അവൻ്റെ മനസ്സിനിങ്ങനെ പതിയെ ഇങ്ങനെ കൊണ്ടുപോകും. ഫർള് നിസ്കാരത്തിന് ശേഷം പ്രാർത്ഥിക്കുകയും സുന്നത്ത് നമസ്കരിക്കുകയും ചെയ്തിരുന്ന ആൾക്ക് പ്രയാസങ്ങളും തിരക്കുകളും വരുമ്പോൾ ആ സുന്നത്തല്ലേ, അത് കട്ട് ചെയ്താലും കുഴപ്പമില്ല, കുറ്റം കിട്ടൂലല്ലോ, ഓക്കെ, ആദ്യത്തിൽ കുഴപ്പമില്ല, പിന്നെ കുറച്ച് ചെയ്യുമ്പോൾ പ്രാർത്ഥന നമുക്ക് പിന്നെയും ചെയ്യാമല്ലോ, അത് ഏത് സമയത്തും കിടന്നുറങ്ങുമ്പോഴും വരെ പ്രാർത്ഥിക്കാമല്ലോ, അതുകൊണ്ട് ഇപ്പോൾ പള്ളിയിൽ തന്നെ പ്രാർത്ഥിക്കാൻ നിർബന്ധമൊന്നുമില്ല, ഓക്കെ, കഴിഞ്ഞു. പിന്നെ ദിക്റുകൾ, അതിപ്പോൾ എനിക്ക് നടന്നു പോകുമ്പോൾ വണ്ടിക്ക് കാറിൻ്റെ ഡോർ തുറക്കുമ്പോഴേക്ക് എനിക്ക് ചൊല്ലാം, അതൊന്നും തെറ്റാണെന്നല്ല. പക്ഷേ പിശാച് നമ്മളെ കൊണ്ടുപോകുന്നത് എങ്ങനെ? ഈ സുന്നത്തായ കാര്യങ്ങൾ പതിയെ ഇങ്ങനെ ഊരിയെടുക്കും. എന്നിട്ട് അവസാനം ഇയാൾ ഫർള് നിസ്കരിച്ച് പോകും. അപ്പോൾ അയാൾ മനസ്സിലുള്ള ഒരു സേഫ് സോൺ ഉണ്ടാവും. എന്ത്? ആ ഫർള് നിസ്കരിക്കുന്നുണ്ടല്ലോ, ഫർള് ചെയ്താൽ പിന്നെ വേറെ നമ്മൾ കുറ്റക്കാരൊന്നുമല്ലല്ലോ, സുന്നത്ത് ചെയ്യണം നിർബന്ധമൊന്നുമില്ലല്ലോ. കൂട്ടിയ സുന്നത്ത് അല്ലാഹുവിൻ്റെ പ്രവാചകൻ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നത് ഫർളിൻ്റെ സ്ഥിരതയ്ക്ക് വേണ്ടിയാണ്, അല്ലേ? നമ്മളൊരു ബോർഡ് തൂക്കിയാൽ ആ ഒരു ബോർഡിന് ഒരു ആണി മാത്രം അടിച്ചു വെച്ചാൽ അത് കുറച്ച് കഴിയുമ്പോൾ ദ്രവിച്ച് വീണു പോകും. അത് നമ്മൾ സപ്പോർട്ടായിട്ട് ചെറിയ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് എന്തിനാ? അതവിടെ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതേമാതിരി തന്നെയാണ് ഈമാനിൻ്റെ അവസ്ഥയും. അൽ ഈമാൻ യസീദ് വ യൻഖുസ്. അഹ്ലുസുന്നയുടെ വിശ്വാസം അതാണ്, ഈമാൻ കൂടും കുറയും. എന്നാൽ പിന്നെ മുഅ്തസിലകളുടെ വിശ്വാസപ്രകാരം ഈമാൻ കൂടും പിന്നെ കുറയില്ല. അപ്പോൾ കൂടിയ ലെവലിൽ എന്ത് തെറ്റ് ചെയ്താലും ആ ഈമാനിനനുസരിച്ച് കൊണ്ട് അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കുന്നു. ഈ വിശ്വാസം തെറ്റാണ്. വർദ്ധിച്ച ഈമാൻ കുറവ് വരികയും ചെയ്യും. അപ്പോൾ പിശാച് നമ്മുടെ മനസ്സിനെ ഊരിക്കൊണ്ടുപോകുമ്പോൾ അതിൽ നിന്ന് തിരിച്ചു വരാൻ നമ്മൾക്ക് കഴിയണം. അതെങ്ങനെ കഴിയുക? നമ്മളുടെ സാഹചര്യത്തെ വിലയിരുത്തുവാൻ ആവശ്യമായ തെളിവുകൾ ഈ ഗ്രന്ഥത്തിൽ നമ്മളെ കയ്യിലുണ്ടാവണം. അത് ഏതാ? നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആയത്താണ്, ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ. ഏത് സാഹചര്യത്തിലും മനുഷ്യരെ നിങ്ങൾ ദുനിയാവിലെ ജീവിതത്തിന് പ്രാധാന്യം നൽകുന്നവരാണ്. അത് അല്ലാഹ് പറഞ്ഞ മനുഷ്യന്റെ മനസ്സ് അങ്ങനെയാണ്. വൽ ആഖിറതു ഖൈറു വ അബ്ഖാ. ആ ഏതൊക്കെ സമയത്തും ആഖിറത്താണ് ഏറ്റവും ഉത്തമമായതും എന്നു നിലനിൽക്കുന്നതും എന്നുള്ളൊരു ബോധം നമ്മുടെ മനസ്സിലേക്ക് കൊടുക്കണം, ഫീഡ് ചെയ്യണം. ആ ഫീഡിങ് ഇല്ലെങ്കിൽ നമ്മളെ ചിന്ത പതി എന്ത് ചെയ്യും? ദ്രവിച്ച് പോകും. അപ്പോൾ ഈ ഹുദ എന്നുള്ള വാചകത്തിൻ്റെ ഒരു വിശദീകരണമാണ് നമ്മൾ വളരെ ചുരുക്കത്തിൽ പറഞ്ഞത്. അഥവാ മനസ്സിന് ലഭിക്കുന്ന ഹിദായത്ത് നിലനിർത്തുക എന്നുള്ളത് ആരെ കടമയാണ്? കർത്തവ്യമാണ്, നമ്മളെ കർത്തവ്യം. അതിനുവേണ്ടി പണിയെടുക്കുക എന്നുള്ളത് നമ്മൾക്ക് നിർബന്ധമാണ്. കാരണം എന്താ? നമ്മൾ പണിയെടുത്തിട്ടില്ലെങ്കിൽ അത് പതിയെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. ഇനി അടുത്ത വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താ? വബുഷ്റാ ലിൽ മുഅ്മിനീൻ. ഇവിടെ ഒരു ചെറിയൊരു ഖുസൂസിയത്ത് വരുന്നുണ്ട്. അതായത് വേദഗ്രന്ഥം പൂർണ്ണമായും ഹിദായത്താണ്. ഖുർആനിനെ മനസ്സിരുത്തി വായിക്കുന്ന ആർക്കും എന്ത് കാണാൻ സാധിക്കും? നേരായ പാത ഏതാണെന്ന് കാണാൻ സാധിക്കും. ഓക്കെ. പക്ഷേ ഈ ഖുർആൻ ബുഷ്റയാകുന്നത് എങ്ങനെ? സന്തോഷവാർത്തയാകുന്നത് ഈ മുഅ്മിനീൻ. ആർക്ക് മാത്രമാണ്? ആ പറഞ്ഞതിൻ്റെ ഒരു ലോജിക്ക് എന്തായിരിക്കും? നിങ്ങളൊരു തോട്ട് പറയൂ.
ഖുർആൻ എല്ലാവർക്കും ഹിദായത്താണ്, പക്ഷെ സത്യവിശ്വാസികൾക്കത് സന്തോഷവാചകമാണ്. ഹിദായത്ത് കിട്ടിയ ആളുകൾക്ക് ഖുർആൻ സന്തോഷ വാർത്ത ആണ് നൽകുന്നത്. ഒന്നുകൂടെ വിശദീകരിച്ച് പറയൂ. വിശ്വസിച്ചവർക്ക് ഖുർആനിൽ പിന്നെ എന്താ കിട്ടുന്നത്? പ്രവർത്തിച്ച ആളുകൾക്ക് സന്തോഷ വാർത്തയാകുന്നത് എങ്ങനെയാ? സ്വർഗത്തെക്കുറിച്ച് ഖുർആനിൽ പരാമർശിക്കുന്നുണ്ട്. പിന്നെ നരകത്തെക്കുറിച്ച് പറയുന്നില്ലേ? നരകത്തെക്കുറിച്ച് പറയുന്നത് എങ്ങനെ സന്തോഷ വാർത്ത ആവുന്നത്? മനുഷ്യരെ, നമ്മളൊരു തിന്മയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ അതിൽ നിന്ന് മാറി നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത് നരകമെന്ന് പറയുന്ന ഭയാനകമായ ശിക്ഷയെക്കുറിച്ചുള്ള തിരിച്ചറിവാണ്. ചില ആളുകൾ ചോദിക്കും, തെറ്റിൻ്റെ ഗൗരവം പറഞ്ഞില്ലെങ്കിലും നന്മയുടെ ഗുണം പറഞ്ഞു കൊടുത്താൽ ആൾക്കാർ നന്നാവൂലേ? തബ്ലീഗ് ജമാഅത്തുകാർ പറയുന്ന പോലെ നന്മയുടെ ഗുണം പറഞ്ഞു കൊടുത്താൽ ഒരാൾ നന്നാവൂലേ? തിന്മയുടെ ഗൗരവം പറഞ്ഞ് പോഷിപ്പിക്കുന്നത് എന്തിനാ? അപ്പോൾ ആൾക്കാർ പാഞ്ഞു പോലല്ലേ ചെയ്യുക. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, തിന്മയിൽ നിന്നൊരു മനുഷ്യനെ മാറ്റി നിർത്തുന്നത് അവന് നന്മ നൽകുന്നതിനേക്കാൾ കൂടുതൽ അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെടുമ്പോഴാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, ലൗ തഅലമൂന മാ അഅലമു, ഞാൻ അറിയുന്ന കാര്യങ്ങൾ എങ്ങാനും ഉമ്മത്തെ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ലതബ്കൂന കസീറൻ വലതവഹകൂന ഖലീൽ, നിങ്ങൾ കുറച്ചേ ചിരിക്കുള്ളൂ, നിങ്ങളുടെ മനസ്സ് ഏത് സമയത്തും സങ്കടത്തിൽ ഇങ്ങനെ മുഴുകിയിട്ട് നിങ്ങൾ കരയുന്നവരായിരിക്കും. എന്താ പറഞ്ഞതിൻ്റെ ഒരു ആശയം എന്തായിരിക്കും? നമ്മൾ ആലോചിച്ച് നോക്കണം. ചെറിയ ഒരു അവസരത്തിൽ വളരെ നിസ്സാരമായൊരു പ്രവർത്തനം ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് അവസരം നൽകുമ്പോൾ പ്രവാചകൻ പറയാണ്, നമ്മൾക്ക് സങ്കടമായിരിക്കും കൂടുതൽ. എങ്ങനെയാണെങ്കിൽ അള്ളാഹുവിൻ്റെ മഹത്വത്തെ കൃത്യമായി മനസ്സിലാക്കി അവൻ്റെ ശിക്ഷയുടെ ഭയാനകത ഉൾക്കൊള്ളുകയാണെങ്കിൽ. പക്ഷെ അത് അങ്ങനെ തന്നിട്ടില്ല. കാരണം ഈ ദുനിയാവ് വിശ്വസിക്കുന്നവർക്കും വിശ്വസിക്കാത്തവർക്കും ഒരുപോലെ വിന്യസിക്കപ്പെട്ടതാണ്. അതുകൊണ്ടാണ് റഹ്മാൻ എന്ന അള്ളാഹ്ക്ക് പേര് വന്നത്. റഹ്മാനും ഫി ദുനിയാന്നാണ്, ദുനിയാവിൽ എല്ലാവർക്കും കിട്ടും. പക്ഷെ ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ മതാഉൻ ഖലീലുൻ, വളരെ നിസ്സാരമായൊരു മതാ നൽകപ്പെടും. പിന്നെ അതിൽ നിന്ന് അവസാനിച്ചാൽ ഹിസാബിലേക്ക് കടന്നു ചെല്ലും. ആ സമയത്ത് യാ ലൈതനി, എൻ്റെ ഒരു അവസ്ഥയെ, എൻ്റെ ഗ്രന്ഥമേ, എൻ്റെ നാശമേ എന്ന് പറഞ്ഞ് വിലപിക്കാത്തൊരവസ്ഥ വരാതിരിക്കണമെന്നാണ് ഈ ഖുർആൻ നമ്മൾ ഉണർത്തുന്നത്. അപ്പോൾ ഖുർആൻ സത്യവിശ്വാസികൾക്ക് സന്തോഷവാർത്ത നൽകുന്നതാണ്. ഈ സന്തോഷവാർത്ത എന്തിനൊക്കെ കുറിച്ചാണെന്നറിയും? പണ്ഡിതന്മാർ എണ്ണി പറയുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്ന്, അനി റുഇയ. കൂട്ടരെ, ഈ ലോകം സൃഷ്ടിച്ച്, ഇപ്പോൾ ഞാനും നിങ്ങളൊക്കെ ഈ ക്ലാസ്സിൽ കൂടി വിൽക്കുന്നുണ്ട്, നമ്മൾ നമ്മുടെ മനസ്സിൽ ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ ചിന്ത എന്താണെന്ന് എൻ്റെ ഉള്ളിൽ കയറി കാണാൻ നിങ്ങൾക്ക് പറ്റിയായിരുന്നെങ്കിൽ എത്ര അത്ഭുതം ഉണ്ടാവുമായിരുന്നു. ഒരാൾക്ക് വേറെ ഒരാളുടെ മനസ്സിനുള്ളിൽ എന്താണ് നടക്കണമെന്ന് അറിയാൻ പറ്റിയായിരുന്നെങ്കിൽ എത്ര അത്ഭുതം ഉണ്ടാവുമായിരുന്നു. ഇത്രയും രഹസ്യങ്ങളാണ്. ആളുകൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ പിന്നാലെ ഇങ്ങനെ പോയി ഇങ്ങനത്തെ ന്യൂനതകൾ അല്ലെങ്കിൽ അവരുടെ രഹസ്യങ്ങളിലേക്ക് നോക്കാൻ താല്പര്യം തോന്നുന്നത്. പ്രവചനം പറയുന്നത്, നിങ്ങൾ കട്ട് കേൾക്കരുത്, നിങ്ങൾ ആളുകളെ ന്യൂനതകളിലേക്ക് ഉറ്റുനോക്കരുത്, അവരെങ്ങനെ പിൻപറ്റി അവരുടെ പോരായ്മകൾ കണ്ടുപിടിക്കരുത്. ഇതൊക്കെ പ്രവാചകൻ നൽകിയ ഉപദേശമാണ്. അപ്പോൾ ഇനി ഒന്നുകൂടെ വൈഡായിട്ട് ചിന്തിക്കുക. ഈ പ്രപഞ്ചത്തിൻ്റെ ആരംഭവും അവസാനവും ഒക്കെ നമ്മൾക്കൊന്ന് അറിയാൻ സാധിച്ചിരുന്നുവെങ്കിൽ, ഇപ്പോൾ ബിഗ് ബാങ് നമ്മൾക്കൊരു സ്ക്രീനിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പ്രപഞ്ചം ഉണ്ടായത് ഇങ്ങനെ കാണാൻ പറ്റുമായിരുന്നുവെങ്കിൽ എത്ര അത്ഭുതം ഉണ്ടാവും നമ്മുടെ ഒരവസ്ഥ. ഇതിനപ്പുറത്ത് നമ്മൾ മരണപ്പെട്ട് നാളെ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് ആനയിക്കപ്പെട്ടതിന് ശേഷം ഈ ലോകത്തിൻ്റെ സൃഷ്ടാവിനെ കാണാൻ കഴിയാന്ന് പറഞ്ഞാൽ അതൊന്ന് ആലോചിച്ച് വല്ലാത്തൊരു നിമിഷമേ. എന്താണ് ആ മറക്ക് പിന്നിൽ, ആ നൂറിന് പിന്നിൽ ഒളിച്ചു നിൽക്കുന്നത് എന്ന്, ആ ശക്തി ആരാണെന്ന് അറിയാനുള്ളൊരു കൗതുകം, അത് കണ്ടെത്താനുള്ളൊരു അവസരം വിശ്വാസികൾക്ക് അള്ളാഹു നൽകിയിട്ടുണ്ടെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മഹത്തായ അനുഗ്രഹം നൽകപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ എന്നെ നിങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമത്തെ സന്തോഷവാർത്ത അതാണ്. രണ്ടാമത്തത് അനിൽ ജന്ന, സ്വർഗത്തെക്കുറിച്ചാണ്. സ്വർഗത്തെക്കുറിച്ച് നമുക്ക് എന്താ പറയുക, ഒരു 3 ക്ലാസ് തന്നെ തികയൂല. അപ്പോൾ ആ സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷവാർത്ത ഖുർആനിലൂടെ വിശ്വാസികൾക്ക് നൽകപ്പെടുന്നു. ഇപ്പോൾ ഫലസ്തീനിൽ ആളുകൾ കരയുമ്പോൾ നമ്മളിവിടെ ഇരുന്ന് മനസ്സ് വേദനിക്കുന്നുണ്ടെങ്കിലും മനസ്സിൻ്റെ മറ്റൊരു ഭാഗം അവർക്ക് വേണ്ടി നമ്മളോട് പുഞ്ചിരിക്കുന്നുണ്ട്. അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിലെ ശുഹദാക്കളാണ്, അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധീരസാക്ഷികളാണ്, അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള നമ്മുടെ മാതൃകയാണ്, അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിനോട് അവൻ്റെ പ്രതിഫലം ചോദിച്ചു വാങ്ങുന്നവരാണ്. അവർക്ക് ആ നാട് വിട്ട് പോകാമായിരുന്നു, പക്ഷേ ആ ഫലസ്തീനിൻ്റെ മണ്ണിൽ നിന്ന് ഷഹാദത്തിനെ കൊതിക്കുന്ന ആളുകളാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി നാളെ ജന്നാത്തിൽ നമ്മയും അവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അപ്പോൾ സ്വർഗത്തെക്കുറിച്ചുള്ള ഒരു സന്തോഷ വാർത്ത. അനിൽ മഗ്ഫിറ, ഒരുപാട് തെറ്റുകൾ വന്നുപോയി മനസ്സ് വികലമായിക്കൊണ്ട് തിന്മകളിൽ മുഴുകി ഒരു നന്മയും ഇനി എനിക്ക് ചെയ്യാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്ന, വ്യസനിക്കുന്ന, ഒറ്റയ്ക്കിരുന്ന് സങ്കടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ലാ തഖ്നുതു അൻ റഹ്മത്തില്ലാ, നിങ്ങളുടെ രക്ഷിതാവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട കേട്ടോ, നിരാശപ്പെടേണ്ട കേട്ടോ. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, എല്ലാ പാപവും പുറത്തു നൽകുകയും കരുണ നൽകുകയും ചെയ്യുന്ന അങ്ങേയറ്റത്തെ സ്നേഹനിധിയാണ് നിങ്ങളുടെ റബ്ബ്. ഈ ഒരു വാചകം നമ്മളിലേക്ക് നൽകപ്പെടും, നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസം എത്രയാണ്. ഇപ്പോൾ സങ്കടപ്പെടുന്ന ആളുകളോട് ഞാൻ പറയാനുള്ളൊരു ഉപദേശം എന്താ വെച്ചാൽ, ഖുർആൻ എടുത്തിട്ട് ഒരൊറ്റ തുറക്കൽ, ഇഷ്ടമുള്ളൊരു പേജ് തുറക്കുക. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് തോന്നുന്ന ഒരായത്ത് നിങ്ങൾ അതിൻ്റെ മലയാളത്തിൽ വായിച്ചു നോക്കുക. 3 ആയത്ത് വായിക്കുമ്പോഴേക്ക് നിങ്ങൾക്കുള്ളൊരു ഉത്തരം അതിൽ നൽകിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു നിർദ്ദേശം അതിൽ നൽകിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു പരിഹാരം അവിടെ പറയപ്പെട്ടിട്ടുണ്ടാവും. അത് തിരിച്ചറിയാനും മനസ്സിലാക്കാൻ നമ്മൾക്ക് സാധിക്കണം. അങ്ങനെ ഒരു പരിഹാരത്തെക്കുറിച്ച് ആലോചിക്കാൻ, ഖുർആനിൽ എനിക്കൊരു ഉത്തരമുണ്ടോ എന്ന് ചിന്തിക്കാനുള്ള ഒരു ശേഷിയെങ്കിലും നമ്മുടെ മനസ്സിനെ ഈമാനികമായി വളർത്താൻ നമ്മൾക്ക് സാധിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി അടുത്തതെന്താ? അനിസ്സിറി സിറിൽ ആലം, ഈ പ്രപഞ്ചത്തിൻ്റെ ചില രഹസ്യങ്ങൾ അള്ളാഹു വിശ്വാസികൾക്ക് അറിയിച്ചു കൊടുക്കുകയാണ്. എന്തിന്? ആ വിശ്വാസത്തിൽ അവനെ ദൃഢമായി ഉറച്ചു നിൽക്കുവാനും അതിൽ നിന്ന് വ്യതിചലിച്ചു പോകാതിരിക്കുവാൻ. അപ്പോൾ നമ്മൾ ഈ പറയുന്നതൊക്കെ എന്താണ്? ബുഷ്റ എന്നുള്ളൊരൊറ്റ വാചകത്തിൻ്റെ വിശദീകരണം കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും അത്രയൊക്കെ അതിന് പറയാനുണ്ടോ, ഇതൊക്കെ ഖുർആനിലെ വേറെ ആയത്തുകളിലില്ലേ? ഉണ്ട്. പക്ഷേ നമ്മൾ ഖുർആനുമായി ബന്ധം ചേർക്കുമ്പോൾ ഖുർആൻ നമ്മുടെ മനസ്സിനോടാണ് സംവദിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ഈ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ച് നൽകുമ്പോൾ വേറൊരു ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഷിഫാഉൽ ലിമാ ഫീ സുദൂരിൻ നാസ്, ജനങ്ങളുടെ മനസ്സിൽ അവർക്ക് ഇങ്ങനെ ഇളക്കമുണ്ടാക്കുന്ന, അവർക്ക് ഇങ്ങനെ വേദന ഉണ്ടാക്കുന്ന, അവരെ ചിന്തിപ്പിക്കുന്ന, ഉത്സാഹം കാണിപ്പിക്കുന്ന എല്ലാ വിധത്തിലുള്ള നമ്മുടെ വികാരങ്ങൾക്കും അതിൽ ശിഫ ഉണ്ട്. ആ ശിഫ നമ്മുടെ മനസ്സിലേക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ മരുന്ന് കുടിക്കാത്ത ആൾക്ക് രോഗം മാറുമോ? ഇല്ല. അപ്പോൾ മരുന്നുമായി നമ്മൾ ബന്ധം വേണം. കൃത്യമായ ഒരു ഡയറ്റ് നമ്മൾ ഖുർആനുമായി വെക്കണം. ചില ആൾക്കാർ തടി കൂടിയാൽ ഡയറ്റ് വെക്കും, ഷുഗർ കൂടിയാൽ ഡയറ്റ് വെക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രയാസം വന്നാൽ ഡയറ്റ് വെക്കും. ഖുർആനുമായി കണക്ഷൻ ഇല്ല, മരിക്കാൻ പോവുകയാണ്, ഒരു ഡയറ്റും ഇല്ല. ഇതെങ്ങനെ ശരിയാവുക? ദുനിയാവിന് വേണ്ടി എല്ലാ ഡയറ്റും വെക്കുന്ന ആളുകൾക്ക് പരലോകത്തിന് വേണ്ടി ഒരു ഡയറ്റ് കാത്തു സൂക്ഷിക്കാൻ, ദിക്റിൻ്റെ വിഷയത്തിൽ ഒരു ഡയറ്റ് കാത്തു സൂക്ഷിക്കാൻ, ഒരു ദിവസത്തിൽ ഒരു ഹദീസെങ്കിലും ഞാൻ പുതിയതായിട്ടൊന്ന് വായിക്കട്ടെ, കാണാതെ പഠിക്കേണ്ട, ഒന്ന് വായിക്കട്ടെ എന്ന്. ഞാനൊരിക്കൽ അബഹയിൽ ലൈസൻസിന് വേണ്ടി പോയ സമയത്ത് അവിടെ ഒരു പള്ളിയിൽ ഞാനിങ്ങനെ പോവാണ്. അപ്പോൾ ആ പള്ളിയുടെ മുമ്പിൽ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം നന്നായിട്ട് പൊടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ഉച്ചയ്ക്ക് ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ടൈം ഫ്രീയാണ്. അപ്പോൾ ഞാൻ വെറുതെ ആ പുസ്തകം ഒന്നെടുത്ത് ഒന്ന് പൊടി തട്ടി അതിങ്ങനെ തുറന്നു നോക്കിയപ്പോൾ അതിൽ അഹാദീസുൽ മുഖ്താറാത്ത് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. അതായത് തിരഞ്ഞെടുക്കപ്പെട്ട ചില ഹദീസുകൾ. പ്രിയമുള്ളവരെ, ഞാൻ ആ പുസ്തകം വായിച്ചിട്ട് അതിലുള്ള ഹദീസുകളിൽ ചിലത് ഇന്നും എൻ്റെ മനസ്സിൽ എനിക്ക് ഇങ്ങനെ പുഞ്ചിരി വരുത്തുന്ന ചില ഹദീസുകളുണ്ട്. ഞാനത് ചില ആളുകളോട് അവിടെ വെച്ച് തന്നെ ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ടായി. കാരണം അത് അറിയണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നിപ്പോയി. ഞാനും നിങ്ങളും വിശ്വാസിയായി നിൽക്കുമ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ചൊരു ചിന്ത ഉണ്ടല്ലോ. ഞാനൊരു നിസ്സാരനാണ്, ഞാൻ അത്ര പോരെ, ഞാൻ അള്ളാൻ്റെ അടുത്ത് എവിടെ എത്തൂല, ഇത് കുറേ തെറ്റുണ്ട്. അല്ല കൂട്ടരെ, അള്ളാഹ് എന്നെയും നിങ്ങളെയും കുറിച്ച് ഈ ലോകാവസാനത്തോട് അടുത്ത് നിൽക്കുന്ന, ഈ ലോകാവസാനത്തോട് അടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് ഇൽഹാം പറഞ്ഞാൽ ഹൈ പറയണമെന്നല്ല കേട്ടോ. നമ്മൾ ലോകത്തിൻ്റെ ഗതിയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇസ്ലാം പറഞ്ഞ അടയാളങ്ങളിൽ 99.9 അങ്ങനെ ഞാൻ പറയുള്ളൂ. അത്രയും പുലർന്നിരിക്കുന്നൊരു സമയമാണ്. അത് ഈ കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ എല്ലാ ചരിത്രം എടുത്ത് പരിശോധിച്ചാലും അവർക്കൊക്കെയും ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട തിന്മകൾ എണ്ണി പറഞ്ഞതൊക്കെ ഈ സമുദായത്തിലുണ്ട്. ഒറ്റൊന്നും ഇല്ലാത്തതില്ല, ഒരൊറ്റ തിന്മ പോലും ഇല്ലാത്തില്ല. അത് ദിനം പ്രതി വളർന്നു വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല മരണം നൽകി നാം ഒരുത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ആ ഹദീസുകളിൽ ചിലത് നമ്മൾ അറിയേണ്ടതുണ്ട്. അത് നമ്മളെ മാറ്റും, നമ്മളെ ചിന്തിപ്പിക്കും, നമ്മളെ പുനരുദ്ധരിക്കും, നമുക്ക് ഈമാനിൽ ഊർജം നൽകും. അപ്പോൾ അങ്ങനെയുള്ള പാഠങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ നമ്മൾ പരിശ്രമിക്കണം എന്നാണ്. അതിനെക്കുറിച്ച് അല്ലാഹ് പറയാണ്, അല്ലദീന, അടുത്ത ആയത്താണ്, അല്ലദീന യുഖീമൂന സ്വലാത്ത. ഓതിക്കോളൂ. സ്വലാത്ത എന്ന് പറയുമ്പോൾ സലാത്ത സീനല്ല സ്വാദാണ്. യുഖീമൂന സ്വലാത്ത,
വയുത്തൂന ദക്കാത്ത. ചില ആളുകൾ യുത്തൂന എന്ന് ഓതാറുണ്ട്, യുത്തൂന അത് ഇല്ല. കേൾപ്പിച്ച് പറയേണ്ട അക്ഷരങ്ങൾ ഏതൊക്കെയാ? സുക്കൂൻ വന്നു കഴിഞ്ഞാൽ കേൾപ്പിച്ച് പറയേണ്ട അക്ഷരങ്ങൾ ഏതൊക്കെയാ? കുത്തുബ് ജദ്, കൽക്കലയുടെ അക്ഷരങ്ങൾ. ഓക്കെ, കുത്തുബ് ജിദ്ദ് എന്ന് പറയാറുണ്ട് അല്ലേ? ഖാഫ്, താ, ബാ, ജീമ്, ദാൽ. സുക്കൂൻ വന്നു കഴിഞ്ഞാൽ കൃത്യമായി കേൾപ്പിക്കേണ്ട വജ്ഹുഹു. ഓക്കെ, അബ്ദല. എന്നാൽ പിന്നെ അസ് ആസ എന്നുള്ളിടത്ത് നമ്മൾ അസ് ആസ എന്ന് പറയില്ല, അസ് ആസ. ഓക്കെ, അർദല എന്നുള്ളത് അർദല എന്ന് പറയില്ല, അർദല പകുതിയായിട്ടാ പറയാം. പക്ഷെ ഈ പറഞ്ഞ കുത്തുബ് ജദ്ദിന്റെ അക്ഷരങ്ങൾ സുക്കൂനായി വന്നാൽ നമ്മൾ അതിനെന്ത് ചെയ്യണം? കൃത്യമായി കേൾപ്പിച്ച് പറയണം. ശരി. വയുത്തൂന സകാത വഹും ബിൽആഖിറതി ഹും യൂഖിനൂൻ. ഞാൻ ആദ്യത്തെ സൗന്ദര്യങ്ങൾ എല്ലാവരും ഒന്നുകൂടെ ഒതുക്കേ. അപ്പോൾ ഒന്നാമത്തെ രണ്ടാമത്തെ ആയത്ത് വളരെ ഷോർട്ടല്ലേ? മൂന്നാമത്തെ ആയത്ത് ഇങ്ങനെ ഓതി കുറച്ചൊരു വിശാലമായി കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്തെങ്കിലും ഒരു ഫീലിംഗ് വരുന്നുണ്ടോ? അപ്പോൾ പറഞ്ഞ രണ്ടായത്തുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വിശദീകരണമാണെന്ന് തോന്നുന്നുണ്ടോ? അല്ലേ, ചെറുതായിട്ട് തോന്നും. അതങ്ങനെ തന്നെയാണ്. അല്ലദീന എന്താ മീനിങ്? അവർ, അല്ലെങ്കിൽ ഒരു കൂട്ടർ, യാതൊരു കൂട്ടർ എന്നൊക്കെ പറയും. യുഖീമൂന എന്താ? അഖാമ യുഖീമു, നിലനിർത്തുക. അസ്വലാത്ത നമസ്കാരം, അല്ലേ? നമസ്കാരത്തെ നിലനിർത്തുന്നവർ. വ യുക്തൂന അതായ യുത്തൂന അതായ എത്തി എന്ന് പറഞ്ഞാൽ കൊടുക്കുക. ഓക്കെ, യുത്തൂന അവർ എന്ത് ചെയ്യുന്നു? കൊണ്ടുവന്നെത്തിക്കുന്നു പറഞ്ഞാൽ കൊടുക്കുന്നു എന്നുള്ള ആശയത്തിലേക്കാണ് കേട്ടോ. യുത്തൂന അവർ കൊണ്ടുവന്നെത്തി കൊടുക്കുന്നു. ഓക്കെ, അസ്സകാത്ത എന്തിനെ? സക്കാത്തിനെ. വഹും അക്കൂട്ടർ. ഏതാണ് ഈ വഹും എന്ന് പറഞ്ഞ ആൾക്കാരുടെ പ്രത്യേകത എന്തൊക്കെയാണ്? ഒന്ന്, നിസ്കാരം നിസ്കരിക്കുന്നവർ എന്നല്ല, നിസ്കാരത്തെ കൃത്യമായി നിലനിർത്തുന്നവർ. വൈത്തൂന സക്കാത്ത്, സക്കാത്തിനെ കൃത്യമായി നൽകുന്നവർ. അക്കൂട്ടർ ബിൽ ആഖിറത്തി. ബി എന്ന് പറഞ്ഞാൽ കൊണ്ട്, അല്ലെങ്കിൽ ഇൽ എന്നൊക്കെയുള്ള അർത്ഥമാണ്. ആഖിറത്ത്, ആഖിറത്തിന് അവസാനം നടത്തേണ്ടതുണ്ട്. അവസാനം എന്ന് പദാർത്ഥമുണ്ട്, പക്ഷേ പരലോകം എന്നുള്ള ആശയത്തിലാണ്. ബിൽ ആഖിറത്തി അഥവാ മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഒരവസാനപ്പുഴ പരലോകമാണ്. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, വളരെ ലഘുവായിട്ട്. ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ജനിച്ച്, ആദം അലൈഹി സ്വലാത്തു വസ്സലാമ മുതൽക്ക് മനുഷ്യകുലം ജനിച്ച് അവർക്ക് ഖിയാമത്ത് നാൾ സംഭവിച്ച് നമ്മളെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും അള്ളാഹു നമ്മളെ സ്വർഗത്തിലേക്കാക്കുമാറാകട്ടെ. മാറ്റിയതിന് ശേഷം എല്ലാം തീർന്നോ? ഇനി അവിടെ നിന്ന് അങ്ങോട്ടൊന്നുമില്ലേ? അള്ളാഹുവിന് വേറെ പിന്നെ കാര്യങ്ങളൊന്നും ചെയ്യാനുണ്ടോ? ഇല്ലേ? അതൊക്കെ ആഖിറത്തിൽ കഴിഞ്ഞു, സ്വർഗത്തിൽ നിന്ന് നരകത്തിലും എത്തി, ഖലാസ്. ഇന്നെന്താ? നമ്മളെ മനസ്സ് നിൽക്കൂല, പാഞ്ഞോണ്ടിരിക്കും, അറ്റം തേടി പാഞ്ഞോണ്ടിരിക്കും. മരണമില്ലാത്ത ജീവിതം. നമ്മൾ സ്വർഗത്തിലാണ്, സ്വർഗത്തിലായി, അത് കഴിഞ്ഞു. സ്വർഗത്തിൽ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നരകത്തുള്ളവർ നരകത്ത് തന്നെ. അത് ചോദിക്കുന്നത്, മറ്റൊരു സൃഷ്ടികൾ ഉണ്ടാക്കപ്പെടുമോ? മറ്റൊരു സൃഷ്ടികൾ സൃഷ്ടിക്കപ്പെടുമോ? അവർക്കൊരു പരലോകം നൽകപ്പെടുമോ? നമുക്കറിയോ? ഇല്ല. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ആപേക്ഷികമായിട്ടേ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. മനുഷ്യർ വരുന്നതിന് മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ അധികാരം നൽകിയ മറ്റൊരു വിഭാഗം ഉണ്ടായിരുന്നു. അതാരാ? ജിന്നുകൾ. അവർ നമ്മളെപ്പോലെ ഇവിടെ പരീക്ഷണം കഴിഞ്ഞ ആൾക്കാരാണ്. അവരുടെ നേതാവാണ് ആര്? ശൈത്താൻ. ശൈത്താന് പിന്നീട് ആ അധികാരം നഷ്ടപ്പെടുകയാണ്. എങ്ങനെ? ചെറിയൊരു പുതിയ അഹങ്കാരം. എങ്ങനെ? അള്ളാഹുവിൻ്റെ കിതാബിൽ പരിശുദ്ധനായ ഒരാൾ, മലക്കല്ലാത്ത പരിശുദ്ധനായ ഒരാൾ അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുമെന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. മലക്കുകൾ പോയിട്ട് ചോദിച്ചു, ഇബ്ലീസേ, മലക്കുകളല്ലാതെ നീ മാത്രമേ ഉള്ളല്ലോ. അത്രയും പരിശുദ്ധനായിരുന്നു, മലക്കുകളുടെ ക്യാപ്റ്റൻസി അള്ളാഹ് നൽകിയിരുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ ആ ഒരു വാചകത്തിൽ ഒരു അണ്ണു മണി അഹങ്കാരം,
സൂറത്തുൽ കഹഫിൻ്റെ ആ 2 തോട്ടക്കാരെ ചരിത്രം പറയുന്നിടത്ത് ഒരുപാട് നമ്മൾ അറിയാനുണ്ട്. ഒരു അണ്ണും മണി തോന്നിയിട്ടേ ഉള്ളൂ ഞാനതാവൂല. അങ്ങനെ നമുക്ക് തോന്നാൻ പാടില്ല. തന്മയത്വം നമുക്ക് തോന്നാം. ഞാൻ ഒരിക്കലും മുശ്രിക്കാവില്ല. ആ മുജാഹിദ് ആയതല്ലേ, ഞാൻ എങ്ങനെ മുശ്രിക്കാവുക? ഞാൻ മസിൽ വെച്ചിട്ട് കാര്യമില്ല. ചില സമയങ്ങളിൽ നമ്മുടെ അഹങ്കാരം കൊണ്ട് ഒരു പക്ഷേ നമ്മുടെ വിധി മാറ്റപ്പെട്ടാൽ നഊസുബില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അഹങ്കാരം നമ്മൾ മനസ്സിൽ നിന്ന് പൂർണ്ണമായി നമ്മൾ മാറ്റിക്കളയണം. ഏത് സമയത്തും അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, ദീനിൽ ഉറപ്പിച്ചിരുത്തണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേ നിൽക്കണം. ശരി, അപ്പോൾ ചോദ്യം അവശേഷിക്കുകയാണ്, നമ്മൾ സ്വർഗത്തിലേക്ക് മാറി നരകത്തിലേക്കുള്ള ആളുകൾ അങ്ങോട്ട് മാറ്റപ്പെട്ടതിന് ശേഷം യൂഖിനൂൻ, എന്താ ഐഖന യൂഖിനു എന്ന് പറഞ്ഞാൽ ദൃഢമായി വിശ്വസിക്കുക. ഓക്കെ, വിശ്വസിക്കണേന് എന്താ പറയുക? ആമന യുഅ്മിനു അല്ലേ? അപ്പോൾ നോർമലി വിശ്വസിക്കുന്ന ആൾക്കാർക്ക് പിന്നെ ഖുർആൻ സന്തോഷ വാർത്തയാണ് എന്ന് എന്ത് ചെയ്തു പോള് പറഞ്ഞു. ഈ സന്തോഷ വാർത്ത കിട്ടണം എന്നുണ്ടെങ്കിൽ, അതിൽ തന്നെ തുടരാൻ ഒരാൾക്ക് സാധിക്കണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് വിശ്വാസം മാത്രം പോരാ, അതിങ്ങോട്ട് ദൃഢപ്പെടണം. അതെവിടെ വരുന്നത്? തൊട്ടടുത്ത ആയത്ത്. അത് ദൃഢപ്പെടുക എങ്ങനെയാണ്? അത് നമസ്കാരം നിലനിർത്തുകയും സകാത്ത് നൽകുകയും ചെയ്ത് അങ്ങനെ ദീനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ദൈനംദിന ജീവിതത്തിലും വർഷാന്തരങ്ങളിലുമായി കൊണ്ട് പുതുക്കിക്കൊണ്ടേ നിന്നാൽ അല്ലേ? സക്കാത്ത് എന്തുമായി ബന്ധപ്പെട്ടതാ? വ്യക്തി ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട. ഞാൻ സ്കരിച്ചില്ല, ഞാൻ മാത്രമേ അറിയുള്ളൂ അല്ലേ? ഒരാളും അറിയില്ല. ഞാൻ സക്കാത്ത് കൊടുത്തില്ലെങ്കിലോ ബാക്കിയുള്ളവരെ അറിയൂ, കമ്മിറ്റിക്കാരെ അറിയൂ, അല്ലെങ്കിൽ അറിയൂ. അപ്പോൾ വ്യക്തി ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും ഇസ്ലാമിക നിയമങ്ങൾ കൃത്യമായി കൊണ്ടു നടന്ന് അങ്ങനെയുള്ള ആളുകൾക്ക് ആഖിറത്തിലും വിശ്വാസമുണ്ടാകും. അതിനെ അവരെന്ത് ചെയ്യണം? യൂഖിനൂൻ, ദൃഢമായി വിശ്വസിക്കണം. ഈ യൂഖിനു എന്നുള്ളത് ഒരു ഫിഅലാണ്. ഓക്കെ, അവർ വിശ്വസിക്കുന്നു എന്നാണ്. ആ യൂഖിനൂനിൻ്റെ ഫാഇലാരാ? ആ പ്രവൃത്തി ചെയ്യുന്നതാരാ? അള്ളാഹു ആണോ അല്ലെങ്കിൽ ഈ പറയപ്പെട്ട ആളുകളാണ്? ഹും, അവർ എന്ന് പറയപ്പെട്ട ആളുകളാണ്. ഹും തന്നെയാണ്. അപ്പോൾ പരലോകത്ത് ഉറച്ചു വിശ്വസിക്കണോ വേണ്ടേ എന്നാരാ തീരുമാനിക്കേണ്ടേ? ആരാ തീരുമാനിക്കേണ്ടേ? ഞാനും നിങ്ങളുമാണ്. ഈ പരലോകത്തിൽ നമുക്ക് സംശയം വരാതിരിക്കുവാനുള്ള വഴി ആരാ അന്വേഷിക്കേണ്ടേ? ഞാനും നിങ്ങളുമാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ വളരെ സങ്കടത്തോടു കൂടി പറയട്ടെ. ഇപ്പം ചില ആളുകളോട് നമ്മൾ ഖുർആനിൻ്റെ വചനങ്ങളും ഹദീസുകളും പറയുമ്പോൾ അവർ നമുക്ക് തിരിച്ചു നൽകുന്ന ഒരു മറുപടി എന്താ അറിയോ? എൻ്റെ നാട്ടിൽ, എൻ്റെ അയൽവക്കത്ത് ഒരാളുണ്ട്. മൂപ്പര് ഭയങ്കര വിശ്വാസിയായിരുന്നു. മൂപ്പർക്ക് പിന്നെ ഈ ജാറത്തിൽ മൂ പോണതോ നേർച്ചയോ ആണ്ടോ പിന്നെ കണ്ണൂക്കോ 3, 4 ഇതൊന്നും മൂപ്പർക്ക് പറ്റൂല. ഭയങ്കര വിശ്വാസിയാണ് ഖുർആനായിട്ട്. പക്ഷേ മൂപ്പര വിഷയത്തിൽ ഒരു കാര്യം വന്നപ്പോൾ മൂപ്പര ആകെ ഉൾട്ടായി. മൂപ്പര മോളെ കല്യാണത്തിൻ്റെ ഒക്കെ ഒരു അവസ്ഥ കാണണം. ഔഫ്, എന്താ ഇപ്പോൾ മൂപ്പര ഫോണിൽ പിന്നെ മൂപ്പരിടുന്ന പോസ്റ്റുകളൊക്കെ കാണണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ചില ആളുകളെ നോക്കി, ഏത് ഖുർആനുമായി നടക്കുന്ന ചില ആളുകൾ അവരുടെ വ്യക്തി ജീവിതത്തിൽ വരുത്തുന്ന തെറ്റുകളെ നോക്കിയിട്ട് എന്തായാലും മൂപ്പര മാതിരിയാവാൻ നമ്മളില്ല, മൂപ്പര പിന്തുടരുന്ന വാദമല്ലേ, അതേതായാലും നമുക്ക് വേണ്ട. ആളുകളെ നോക്കി ആ സത്യത്തെ തിരിച്ചറിയാനുള്ള അവസരത്തെ ഒഴിവാക്കി കളയുന്ന ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ പിന്നെ അതിര് തർക്കവുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ട് എന്നോട്. അതേപോലെ തന്നെ പിന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ഒരു കുറി നടത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അവരോട് തൗഹീദ് പറയുമ്പോൾ അവർ തിരിച്ചു പറയുന്ന ഈ തൗഹീദൊക്കെ ഉള്ള ആൾക്കാരെന്നല്ലോ ഓലെന്താ ഇങ്ങനെ ആയിപ്പോയി കൂട്ടരെ. ഞാൻ അവരോടും നിങ്ങളോടും പറയുന്ന ഒരൊറ്റ വാക്കുള്ളൂ, പിന്നെ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ ഫഇന്നമാ യുഅ്മിനു ലിനഫ്സിഹി, ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ അത് അവൻ്റെ സ്വന്തത്തിനു വേണ്ടി മാത്രമാണ്. നമ്മളൊരിക്കലും വേറൊരാളെയോ നമ്മൾ പിൻപറ്റാൻ ഉദ്ദേശിച്ച പാതയിൽ നമ്മുടെ മുമ്പ് പോയ ചില ആളുകളെയോ നോക്കി അവർ വഴി പിഴച്ചു പോയി എന്ന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട? അതിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു ന്യായമല്ല. അള്ളാഹുവിൻ്റെ മുമ്പിൽ നഫ്സി നഫ്സി നഫ്സിയ, ഞാൻ, എൻ്റെ മനസ്സ്, എൻ്റെ പ്രവർത്തനം, എൻ്റെ സമയം, അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാനൊരു ക്ലാസ്സിന് പിന്നെ പണ്ഡിതന്മാരൊക്കെ ഉള്ളൊരു ക്ലാസ്സിന് പോകുമ്പോൾ രാത്രിയിൽ എല്ലാവരും കിടന്നുറങ്ങുകയാണ്, എന്നാൽ പിന്നെ എന്താ തഹജ്ജുദ് നിസ്കരിക്കേണ്ട, ഞാനും കിടന്നുറങ്ങുകയാണ് എന്ന് നമ്മൾ വിചാരിച്ചാൽ നഷ്ടം ആർക്കാ? വിചാരിച്ച എനിക്ക് തന്നെയാണ് നഷ്ടം. അത് സാന്ദർഭികമായി ഉണർത്തി എന്ന് മാത്രം. അപ്പോൾ ഈ ആഖിറത്തിലുള്ള യഖീനിനെ കുറിച്ച്
അല്പം വിശാലമായി ഇൻഷാ അള്ളാ ചില കാര്യങ്ങൾ നമ്മൾക്ക് പഠിക്കാനുണ്ട്. അത് ഈ ക്ലാസ്സിൽ നമ്മൾ ഒതുക്കിയാൽ തീരുകയില്ല. കാരണം പിന്നെ അൽ ഈമാനു ബിൽ ആഖിറ, പരലോകത്തിലുള്ള വിശ്വാസം എന്ന വിഷയത്തിൽ ഒരുപാട് ചില കായികകൾ നമ്മൾക്ക് പഠിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പം ചെയ്യുകയാണെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമ്മൾക്കതിലേക്ക് കടന്നു ചെല്ലാം. ചുരുക്കത്തിൽ ഈ സൂറത്ത് വളരെയേറെ ഡീപ്പായിട്ടുള്ള ചില ആശയങ്ങൾ നമ്മളോട് പറയുന്നുണ്ടെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുക. ഒന്ന്, വീട്ടിൽ പോയിട്ട് പൾസാർ നക്ഷത്രത്തെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. രണ്ട്, ഈ ആയത്തുകൾ ഒരു തവണ ഓതുകയും നമ്മൾ പറഞ്ഞ ആശയങ്ങൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ എന്ന് ഒന്നുകൂടെ ഉറപ്പുവരുത്തുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പം ചെയ്തു നൽകുമാറാകട്ടെ. ഒരു തവണ കൂടെ നമ്മളൊന്ന് ഓതിയിട്ട് അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വേദഗ്രന്ഥത്തിൻ്റെ അസ്റാറുകളിലേക്ക് കടന്നു ചെന്ന് കൂടുതൽ ആഴത്തിൽ പഠിക്കുവാനും ആ പഠിച്ചതിനെ ജീവിതത്തിൽ പകർത്തുവാനുമുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.